മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിലേക്ക് ക്വാറി ഉൽപ്പന്നങ്ങളുമായി പോരുന്ന വാഹനങ്ങൾ തടഞ്ഞ് തമിഴ്നാട്ടിൽ ഗുണ്ടാ പിരിവ്. എല്ലാവിധ രേഖകളുമുള്ള വാഹനങ്ങളാണ് തടയുന്നത്. കേരള തമിഴ്നാട് കളക്ടർമാർ ഇടപെടണമെന്ന ആവശ്യം ശക്തം. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഓടുന്ന വാഹനത്തിന് മുകളിൽ യുവാക്കളുടെ സാഹസിക യാത്ര. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള മിനി ബസിന് മുകളിൽ കയറി നിന്നാണ് യുവാക്കളുടെ അഭ്യാസ പ്രകടനം. MDMA-യുമായി ബാംഗ്ലൂരിൽ നിന്നെത്തിയ യുവാവ് അറസ്റ്റിൽ. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി ഹാരിസ് മുഹമ്മദാണ് പിടിയിലായത്. ശാന്തൻപാറയിൽ ലോറി ഡ്രൈവറെ മർദ്ദിച്ച കോൺഗ്രസ് നേതാവടക്കം 5 പേർ അറസ്റ്റിൽ. ആശുപത്രിയിലേക്കുള്ള റോഡ് തകർന്നിട്ട് കാലങ്ങളായി. കണ്ടില്ലെന്ന് നടിച്ച അധികൃതർ. മൂന്നാർ ടൗണിൽ നിന്നും ഹൈറേഞ്ച് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത്. പ്രതിഷേധത്തിനൊരുങ്ങി നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിലേക്ക് ക്വാറി ഉൽപ്പന്നങ്ങളുമായി പോരുന്ന വാഹനങ്ങൾ തടഞ്ഞ് ഗുണ്ടാപിരിവ് നടത്തുന്നതായി പരാതി. ഉദ്യോഗസ്ഥരെന്ന പേരിലാണ് തമിഴ്നാട് മുന്തലിൽ വാഹനങ്ങൾ തടഞ്ഞ് 2000 രൂപ വരെ ആവശ്യപ്പെടുന്നത്. എല്ലാവിധ രേഖകളുമുള്ള വാഹനങ്ങളാണ് തടയുന്നത്. വിഷയത്തിൽ കേരള തമിഴ്നാട് കളക്ടർമാർ ഇടപെടണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. இல்ல வண்டி மறிச்சு போட்டுட்டு யாருன்னு தெரியல. எங்கிட்ட பாஸ் கொடுக்கணும்னா நாங்கள் மைன்ஸ் ஆஃபீஸ்லேருந்து வரட்டும் கேட்குறோம். பாஸ் என்ன அடிக்க வந்தாங்கன்னா டிரைவர் நான் சும்மாவா? തമിഴ്നാട് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരെന്ന വ്യാജേനയാണ് ഒരുപറ്റം ആളുകൾ ലോറികളിൽ നിന്ന് പണം ആവശ്യപ്പെടുന്നത്. വൻതുക മുടക്കി എല്ലാവിധ രേഖകളുമായിട്ടാണ് തമിഴ്നാട് ക്വാറികളിൽ നിന്ന് ക്വാറി ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് കടത്തിവിടുന്നത്. മുമ്പ് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നതിനെ തുടർന്ന് ഇടുക്കി, തേനി ജില്ലാ കളക്ടർമാർ, SP-മാർ എന്നിവർ ചേർന്ന് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പ്രശ്നങ്ങൾ പറഞ്ഞവസാനിപ്പിച്ച പാസിന്റെയും മറ്റ് രേഖകളുടെയും അടിസ്ഥാനത്തിൽ ക്വാറി ഉൽപ്പന്നങ്ങളുമായി ലോറികൾ കടത്തിവിട്ടു തുടങ്ങിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം മുന്തൽ വനം വകുപ്പ് ചെക്ക് പോസ്റ്റിന് സമീപം നിന്ന് വാഹനങ്ങൾ തടഞ്ഞ പണം ആവശ്യപ്പെടുന്നത്. பாஸ் உங்ககிட்ட கொடுக்க முடியாதுப்பா. அதிகாரி வரட்டும் கொடுக்குறோம். அதிகாரி வரட்டும்ப்பா கொடுக்குறோம் பாஸ். என்ன போகிறோம் ரோட்டில் வரவேണം பாஸ் കേട്ടാൽ നാങ്ക എങ്ങ് പോയി കൊടുക്കരുത്. ക്വാറി മാഫിയയുടെ ഇടപെടലെന്നാണ് ഉയരുന്ന ആരോപണം. സ്ഥിതി തുടർന്നാൽ കേരളത്തിലേക്ക് ക്വാറി ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് പ്രതിസന്ധിയിലാകും. അതേസമയം ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് പണപ്പിരിവെന്നും വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നുമാണ് ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ, പൂപ്പാറ. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഓടുന്ന വാഹനത്തിന് മുകളിൽ യുവാക്കളുടെ സാഹസിക യാത്ര. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള മിനി ബസിന് മുകളിൽ യുവാക്കൾ അഭ്യാസ പ്രകടനത്തിന് മുതിർന്നത്. ഒരു സംഘം യുവാക്കളാണ് വാഹനത്തിന് മുകളിൽ നിന്ന് അപകടകരമാം വിധം യാത്ര ചെയ്തത്. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വീണ്ടും വാഹനത്തിൽ സാഹസിക യാത്ര നടത്തുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്.
ഒരു സംഘം യുവാക്കൾ ഓടുന്ന മിനി ബസിന് മുകളിൽ നിന്ന് അപകടകരമാം വിധം യാത്ര ചെയ്തത്. കൂക്കിവിളികളോടെ വാഹനത്തിന് മുകളിൽ നൃത്തച്ചുവടുകളുമായി നീങ്ങുന്ന യുവാക്കളുടെ ദൃശ്യങ്ങൾ പാതയോരത്ത് നിന്നവരാണ് പകർത്തിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള മറ്റൊരു ബസ്സിലും മറ്റൊരു സംഘം യുവാക്കൾ സാഹസിക യാത്രയ്ക്ക് മുതിർന്നിരുന്നു. ഗ്യാപ് റോഡിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്ന സമയങ്ങളിൽ ഇത്തരത്തിൽ വാഹനങ്ങളിലുള്ള നിയമലംഘന യാത്രകൾ തുടരുന്ന സാഹചര്യമുണ്ട്. മുമ്പ് കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളിലും സമാന രീതിയിലുള്ള നിയമലംഘനങ്ങൾ നടന്നിരുന്നു. എന്നാൽ ബോധവൽക്കരണവും കർശന നടപടികളുമായതോടെ ഇതിൽ കുറവ് വന്നു. നിലവിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വിനോദസഞ്ചാരത്തിനെത്തുന്നവരാണ് വാഹനങ്ങളിലുള്ള നിയമലംഘനങ്ങൾ തുടരുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. രാസലഹരി മരുന്നായ 27 ഗ്രാം MDMA-യുമായി ബാംഗ്ലൂരിൽ നിന്നെത്തിയ യുവാവ് കട്ടപ്പനയിൽ അറസ്റ്റിൽ. കോഴിക്കോട് കൊയിലാണ്ടി നാരായണഗുരു റോഡ് പയാറ്റുവളപ്പിൽ ഷാലീന ഹൌസിൽ ഫാരിസ് മുഹമ്മദിനെയാണ് കട്ടപ്പന DYSP-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കട്ടപ്പന ബൈപ്പാസ് റോഡിൽ പരിശോധന നടത്തുന്നതിനിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇവിടെ കണ്ട യുവാവിനെ ചോദ്യം ചെയ്ത് ദേഹപരിശോധന നടത്തുമ്പോഴാണ് ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന 27 ഗ്രാം MDMA കണ്ടെടുത്തത്. രാവിലെ ബാംഗ്ലൂരിൽ നിന്നെത്തിയ യുവാവ് MDMA മറ്റാർക്കോ കൈമാറുവാൻ കട്ടപ്പനയിൽ കാത്തു നിൽക്കുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലായത്. ഇയാൾക്ക് MDMA ലഭിച്ച ഉറവിടവും ആർക്കാണ് കൈമാറാൻ ശ്രമിച്ചതെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. കോഴിക്കോട് പോലീസുമായി ചേർന്ന് ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപിന്റെ കീഴിലുള്ള ഡാൻസ് ആർട്ട് ടീമും കട്ടപ്പന DYSP PA നിഷാദ് മോഹന്റെ നേതൃത്വത്തിൽ SI-മാരായ ഷാജി അബ്രഹാം, ബെറ്റിൻ ജോസ്, PV മഹേഷ്, SCPO ഷമീർ, CPO-മാരായ ബിബിൻ മാത്യു, R ഗണേശ്, സിനോജ് ജോസഫ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. സിറ്റി വിഷൻ, കട്ടപ്പന. ലോഡുമായെത്തിയ ലോറി ഡ്രൈവർക്ക് മർദ്ദനം. ഇടുക്കിയിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. ചിന്നക്കനാൽ പെരിയകനാലിൽ തേയില ഫാക്ടറിയിൽ വിറകുമായെത്തിയ ലോറി ഡ്രൈവറെയാണ് യൂണിയൻ പ്രവർത്തകർ മർദ്ദിച്ചത്. അടിമാലി പ്രിയദർശിനി കോളനി ചേന്നാട്ട് വീട്ടിൽ സുമേഷിനാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. ലോഡ് ഇറക്കുന്നതിനായി ലോറി മാറ്റിയിടുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് യൂണിയൻ തൊഴിലാളികളായി 5 പേർ ചേർന്ന ലോറി ഡ്രൈവറെ മർദ്ദിച്ച് അവശനാക്കുകയായിരുന്നു. കോൺഗ്രസ് ദേവികുളം വൈസ് പ്രസിഡന്റും INTUC ചിന്നക്കനാൽ വൈസ് പ്രസിഡന്റുമായ മുരുകപാണ്ഡിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളായ പെരിയകനാൽ എസ്റ്റേറ്റ് സെൻട്രൽ ഡിവിഷൻ മുരുകപാണ്ഡി, മുകേഷ് കുമാർ, K മണികണ്ഠൻ, പാണ്ഡീശ്വരൻ, നന്ദകുമാർ എന്നിവരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമായി പോലീസ് പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സിറ്റി വിഷൻ, പൂപ്പാറ. പണയം വെച്ച സ്വർണം ഉടമയെ അറിയാതെ സ്വകാര്യ പണമിടപാട് സ്ഥാപനം വിൽപ്പന നടത്തിയതായി പരാതി. ഇസാഫ് രാജകുമാരി ബ്രാഞ്ചിനെതിരെയാണ് രാജാക്കാട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇതിനുശേഷം ഇസാഫ് അധികൃതർ അഡ്വക്കേറ്റുമായിട്ടെത്തി ഭീഷണിപ്പെടുത്തിയതായും പരാതിക്കാരനായ രാജകുമാരി ഇടമറ്റം താന്നിവേലിക്കൽ രതീഷ് പറയുന്നു. 18/1/2025 8.4 ഗ്രാം തൂക്കം വരുന്ന സ്വർണം ഇസാഫ് എന്ന സ്വകാര്യ ധനമിടപാട് സ്ഥാപനത്തിൽ രാജകുമാരി ശാഖയിൽ പണയപ്പെടുത്തി 38,200 രൂപ എടുക്കുന്നത്. പിന്നീട് ഈ മാസം 2-ന് പണയം ഉരുപ്പടി തിരിച്ചെടുക്കുവാൻ പണവുമായി ബാങ്കിലെത്തിയപ്പോൾ കാലാവധി കഴിഞ്ഞ സ്വർണം ലേലത്തിൽ വിൽപ്പന നടത്തിയെന്ന് അറിയിക്കുകയായിരുന്നു. നടപടിക്രമങ്ങളുടെ ഭാഗമായി രതീഷിന് ഇത് സംബന്ധിച്ച് നോട്ടീസ് അയക്കുകയോ ഫോൺ മുഖാന്തരം അറിയിക്കുകയോ ചെയ്തിട്ടില്ല. തുടർന്ന് രാജാക്കാട് പോലീസിൽ പരാതി നൽകി. എന്നാൽ ഇസാഫ് ജീവനക്കാർ വക്കീലുമായി സ്റ്റേഷനിലെത്തുകയും രതീഷിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പരാതി വിളിച്ചപ്പോൾ സാറ് ചോദിച്ചാൽ ഒരു ഭാഗം വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഉള്ള മുതലെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് 25,000 രൂപ ഞാൻ മുല്ലേറേണ്ട ഇവിടെ ബാങ്കുകാർ ഇട്ട് തന്നു. അപ്പോൾ ഈ പൈസ അല്ല എനിക്ക്, ഞാൻ മറ്റൊരാളുടെ സാധനം മേടിച്ച് പണയം വെച്ചേക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ആ മുതലാണ് ആവശ്യം. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം വന്ന് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. 3 ദിവസം സമയം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച വന്നാണ് പറഞ്ഞത്. 3 ദിവസം സമയം പറഞ്ഞാൽ 3-ാമത്തെ ദിവസം ഇന്നിവിടെ വന്നപ്പോൾ വക്കീലായിട്ട് വന്ന് എന്നെ പേടിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ അകത്ത് എനിക്ക് ഒരു നീതിയും കിട്ടുന്നില്ല, എൻ്റെ സാധനം കിട്ടുന്ന പോലില്ല. പണത്തിന് അത്യാവശ്യം വന്നതിനെ തുടർന്ന് രതീഷ് സുഹൃത്തിന്റെ സ്വർണ്ണമോതിരം വാങ്ങി പണയം വെക്കുകയായിരുന്നു. പരാതിയുമായിട്ട് എത്തിയതോടെ ഇസാഫിൽ നിന്നും 25,000 രൂപ രതീഷിന്റെ അക്കൗണ്ടിലേക്ക് നൽകി. നിലവിൽ ഇതേ അളവിലുള്ള സ്വർണം വാങ്ങി നൽകേണ്ട സാഹചര്യവും നിലനിൽക്കുന്നു. ഇതിനാകട്ടെ ഇപ്പോഴത്തെ വിലയനുസരിച്ച് 84,000-ലധികം രൂപ വേണ്ടിവരും. എന്നാൽ അനധികൃതമായി ഉടമയേറിയത് സ്വർണം വിൽപ്പന നടത്തിയ ഇസാഫ് അധികൃതർ ഈ തുക നൽകാൻ തയ്യാറായിട്ടില്ല. നിയമ നടപടിയുമായി മുമ്പോട്ട് പോകുവാനാണ് രതീഷിന്റെ തീരുമാനം. സിറ്റി വിഷൻ, രാജാക്കാട്. മൂന്നാർ
ടൗണിൽ നിന്നും ഹൈറേഞ്ച് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് തകർന്നതിൽ പ്രതിഷേധം കനക്കുന്നു. മഴക്കാലം ആരംഭിച്ചതോടെ ആശുപത്രിയിലേക്ക് പോകുന്ന ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കൂടുതൽ ശോചനീയാവസ്ഥയിലായി. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്നതാണ്. ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകളടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നുപോകുന്നത്. മൂന്നാർ മേഖലയിലെ ആളുകൾ ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഹൈറേഞ്ച് ആശുപത്രി. മൂന്നാർ നല്ലതണ്ണി പാലം ജംഗ്ഷൻ മുതൽ ആശുപത്രി വരെയുള്ള ഭാഗത്താണ് റോഡ് തകർന്നു കിടക്കുന്നത്. റോഡിൽ നിരവധിയിടങ്ങളിൽ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട്. തകർന്നു കിടക്കുന്ന ഈ റോഡ് രോഗികളെ വലയ്ക്കുകയാണ്. ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകളടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. കാലാകാലങ്ങളായുള്ള അറ്റകുറ്റപ്പണികളുടെ കുറവാണ് ഈ റോഡ് ഈ വിധം തകരാൻ കാരണമെന്ന ആക്ഷേപം ഉയരുന്നു. മഴക്കാലം ആരംഭിച്ചതോടെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കൂടുതൽ ശോചനീയാവസ്ഥയിലായി. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇനിയും നടപടിയില്ലെങ്കിൽ സമരവുമായി രംഗത്ത് വരുമെന്ന തൊഴിലാളി കുടുംബങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. உத்தியோகஸ்தர்மார்கள் உடனடியாக இந்த ரோடை சரி செய்து தரவில்லை என்றால் மூணாருடைய அனைத்து பொதுமக்களையும் இந்த ஜிஹெச்சுக்கு முன்னாடி வழிநிறுத்தி மிகப்பெரிய ஒரு போராட்டம் பண்ணுவோம். காரணம் எங்களுக்கு பொதுவாகவே எங்களுக்கு பல பிரச்சனைகள் நாங்கள் மூணாரில் சந்திச்சுக்கிட்டு இருக்கோம். തകർന്നു കിടക്കുന്ന റോഡിലൂടെ ഇരുചക്രവാഹന യാത്രികരും മറ്റ് ചെറുവാഹനങ്ങളും ഏറെ പ്രയാസം അനുഭവപ്പെട്ടാണ് കടന്നു പോകുന്നത്. ഇരുചക്രവാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളുമുണ്ട്. മൂന്നാറിലേക്ക് എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളടക്കം ചികിത്സയ്ക്ക് ഹൈറേഞ്ച് ആശുപത്രിയിൽ എത്താറുണ്ട്. ഇവരൊക്കെയും തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെ സഞ്ചരിക്കണം. താൽക്കാലികമായി കുഴിയടയ്ക്കുകയെങ്കിലും ചെയ്തില്ലെങ്കിൽ റോഡിന്റെ തകർച്ച പൂർണ്ണമാകും. ഇതുവഴി സഞ്ചരിക്കുന്ന ചെറുവാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. സിറ്റി വിഷൻ, മൂന്നാർ. മലയാളത്തിന്റെ മഹാനടൻ തിലകന്റെ സ്മരണയ്ക്കായി ജന്മനാടായ ഇടുക്കി പെരുവന്താനത്ത് നിർമ്മിച്ച തിലകൻ സ്മാരക പാർക്ക് നാശത്തിന്റെ വക്കിൽ. പാർക്ക് സംരക്ഷിക്കാതെ തിലകന്റെ ഓർമ്മകളെ പോലും അവഹേളിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ. ഇടുക്കി പെരുവന്താനം ഗ്രാമപഞ്ചായത്തിലെ മണിക്കല്ലിലാണ് മഹാനടൻ തിലകന്റെ സ്മരണയ്ക്കായി പാർക്ക് നിർമ്മിച്ചത്. മണിക്കൽ റബ്ബർ എസ്റ്റേറ്റിലെ ജീവനക്കാരനായിരുന്നു തിലകന്റെ പിതാവ്. തിലകൻ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയതും നാടക അഭിനയത്തിന് തുടക്കം കുറിച്ചതും മണിക്കല്ലിൽ വെച്ചാണ്. മഹാനടന്റെ ഓർമ്മയ്ക്കായി പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് 1,15 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാർക്ക് നിർമ്മിച്ചത്. 2020 സെപ്റ്റംബർ 14 ഉദ്ഘാടനം ചെയ്തു. ഓപ്പൺ തിയേറ്റർ, കൊട്ടവഞ്ചി, ഇരിപ്പിടങ്ങൾ, പെഡൽ ബോട്ട് എന്നിവയാണ് പദ്ധതിക്കായി ഒരുക്കിയിരുന്നത്. 1 വർഷം കഴിയും മുമ്പേ പാർക്കും അനുബന്ധ സംവിധാനങ്ങളും നാശത്തിന്റെ വക്കിലായി. ആദ്യ നാളുകളിൽ പ്രവേശന ഫീസ് ഇനത്തിൽ മാത്രം പ്രതിദിനം 8,500 രൂപ വരെ ലഭിച്ചിരുന്നു. തദ്ദേശീയരായ 5 പേർക്ക് ജോലിയും നൽകി. മുമ്പ് നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തിയിരുന്നു. എന്നാൽ പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയിൽ തിലകൻ സ്മാരകം പൂർണ്ണമായും ഉപേക്ഷിച്ച അവസ്ഥയിലെത്തി. 4 പേർക്ക് ജോലിയും 2,46,000 രൂപ ഒരു മാസ വരുമാനം ലഭിച്ച മഹത്തായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇന്ന് അനാഥമായി ഇവിടെ കിടക്കുന്നത്. ഇപ്പോഴത്തെ ഭരണസമിതിക്ക് ഈ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല. തികഞ്ഞ കെടുകാര്യസ്ഥതയാണ് അവർ എല്ലാ വിഷയങ്ങളിലും പുലർത്തുന്നത്. തോട്ടിൽ ജലനിരപ്പ് ഉയർന്നതോടെ ബോട്ടുകൾ കരയ്ക്കുപേക്ഷിച്ചു. വൈകാതെ തന്നെ സഞ്ചാരികളും സിനിമാ സാംസ്കാരിക പ്രവർത്തകരുമെല്ലാം തിലകൻ സ്മാരകത്തെ മറന്നു എന്ന് പറയാം. സിറ്റി വിഷൻ, തൊടുപുഴ. ഇടുക്കിയുടെ മനോഹര കാഴ്ചകളുമായി ബ്യൂട്ടി സ്പോട്ട്. കാഴ്ചകളാൽ സമ്പന്നമാണ് മറയൂരും കാന്തല്ലൂരും. ചന്ദനക്കാടുകളും മുനിയറകളുമെല്ലാം അതിൽ ഉൾപ്പെടുന്നു. എന്നാൽ മഴക്കാലത്ത് മറയൂരിന്റെ കാഴ്ചകൾക്ക് കൂടുതൽ മനോഹാരിത നൽകുകയാണ് പാമ്പാർ. മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന പാമ്പാറിന്റെ കാഴ്ചകൾ കണ്ടുനോക്കാം. വർഷം മുഴുവൻ ജലസമൃദ്ധമായി ഒഴുകുന്ന പാമ്പാർ ഏറ്റവും ഭംഗി കൈവരിക്കുന്ന കാലമാണ് മൺസൂൺ കാലം. വേനലിൽ ശോഷിക്കുന്ന പാമ്പാർ മഴക്കാലത്ത് രൗദ്രഭാവം വീണ്ടെടുക്കും. പച്ചപ്പിനിടയിലൂടെ നിറഞ്ഞൊഴുകുന്ന പാമ്പാർ ഇപ്പോൾ മറയൂരിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് മനോഹര കാഴ്ച സമ്മാനിക്കുന്നുണ്ട്. വേനലിൽ തെളിഞ്ഞൊഴുകുന്ന പാമ്പാർ മഴക്കാലത്ത് കലങ്ങിമറിയും. ചിലയിടങ്ങളിൽ വലിയ വിസ്തൃതിയിൽ പരന്നൊഴുകുന്ന പാമ്പാർ മറ്റ് ചിലയിടങ്ങളിൽ പാറക്കെട്ടുകൾക്കിടയിലൂടെ നുരഞ്ഞ് താഴേക്ക് പതിക്കുന്ന
ചെറുവെള്ളച്ചാട്ടങ്ങളായി മാറും. കാണാൻ ചന്തമെങ്കിലും പാമ്പാറിലെ ഒഴുക്ക് അപകടം പതിയിരിക്കുന്നതാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. പക്ഷേ പുഴയിൽ ഇറങ്ങാൻ പാടില്ല. ഇറങ്ങി കളിച്ചാൽ ഒത്തിരി ആപത്താണ് സ്ഥലം. അത് കാരണം പറഞ്ഞവർ സൂചിച്ച് പുഴയിൽ ഇറങ്ങാതെ നോക്കി നടന്ന് പോകണം. കേരളത്തിലൂടെ 29 കിലോമീറ്റർ ഒഴുകുന്ന നദിയുടെ ബാക്കി ഭാഗം തമിഴ്നാട്ടിലൂടെയാണ് ഒഴുകുന്നത്. ദേവികുളത്ത് നിന്നാണ് പാമ്പാറിന്റെ ഉത്ഭവം. ഇരവികുളം, മയിലാടി, തീർത്ഥമല, ചങ്കലാർ, തേനാർ എന്നിവയാണ് പാമ്പാറിന്റെ പ്രധാന ഉപനദികൾ. തൂവാനം വെള്ളച്ചാട്ടം പാമ്പാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഉൾപ്പെടുന്ന നദി കൂടിയാണ് പാമ്പാർ. സിറ്റി വിഷൻ, മറയൂർ. ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. മുപ്പത്തെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. അടിമാലി ടൗണിന് സമീപം അപ്സരക്കുന്നിൽ തോട്ടിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. നാളുകളായി അടിമാലിയിൽ താമസിച്ചു വന്നിരുന്ന നെടുങ്കണ്ടം മൈനർ സിറ്റി സ്വദേശി പോളക്കൽ വീട്ടിൽ പ്രദീപാണ് മരിച്ചത്. അബദ്ധത്തിൽ കാൽവഴുതി തോട്ടിൽ വീണ് അപകടത്തിൽപ്പെട്ടതാകാം മരണത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. അടിമാലി ടൗണിന് സമീപം അപ്സരക്കുന്നിൽ തോട്ടിൽ പ്രദീപിന്റെ മൃതദേഹം കണ്ടെത്തിയത്. നെടുങ്കണ്ടം സ്വദേശിയെങ്കിലും മേസ്തിരിപ്പണിക്കാരനായ പ്രദീപ് കഴിഞ്ഞ കുറച്ചധികം കാലമായി അടിമാലിയിലാണ് താമസിച്ചു വന്നിരുന്നത്. തോട്ടിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. സമീപത്ത് നിവർത്തിയ നിലയിൽ ഒരു കുടയുമുണ്ടായിരുന്നു. മൃതദേഹം കണ്ടതോടെ സമീപവാസികൾ വിവരം പോലീസിൽ അറിയിച്ചു. ഈ ഭാഗത്ത് കൈത്തോടിനു കുറുകെ ചെറിയൊരു കലുങ്കുണ്ട്. രാത്രിയിൽ താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടയിൽ കാൽവഴുതി തോട്ടിൽ വീണ അപകടം സംഭവിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. കാൽവഴുതി വീണ പോലുള്ള അടയാളവും പ്രദേശത്തുള്ളതായി പോലീസ് പറഞ്ഞു. പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് മാറ്റുവാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചു. മരിച്ച പ്രദീപ് അടിമാലിയിൽ തനിച്ചായിരുന്നു താമസിച്ചു വന്നിരുന്നതെന്നാണ് വിവരം. സിറ്റി വിഷൻ, അടിമാലി. ഉപ്പുതറ ലൈഫ് മിഷൻ പദ്ധതിയിലെ അഴിമതിക്കെതിരെയും വാക്കത്തി, മേമാരി ആദിവാസി ഉന്നതികളിലെ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണത്തിലെ അഴിമതികൾക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട BJP ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ ഐസക് ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറ പഞ്ചായത്തിൽ CPIM കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടെന്നാണ് BJPയുടെ ആരോപണം. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത CPIM പഞ്ചായത്ത് പ്രസിഡന്റിനെ അവർ ഒറ്റപ്പെടുത്തി അപമാനിച്ചു പുറത്താക്കാനാണ് ശ്രമിക്കുന്നതെന്നും BJP ആരോപിക്കുന്നു. ഒപ്പം അഴിമതിക്കെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചാണ് ഉപ്പുതറ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ഉപരോധവും BJP സംഘടിപ്പിച്ചത്. പ്രതിഷേധ പരിപാടി ജില്ലാ വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ ഐസക് ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് മെമ്പർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തെളിയിക്കുവാൻ വെല്ലുവിളിക്കുന്നുവെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് ഞങ്ങൾ 10 വർഷമാണ് പറയുന്നത്, 10 വർഷം CPMന്റെ പ്രസിഡന്റുമാരായിരുന്നു. വളരെ വിശദമായ അന്വേഷണം നടത്തണം. ST ഫണ്ട് ദുർവിനിയോഗം ചെയ്തവർക്കെതിരെ
ക്രിമിനൽ കേസെടുക്കണം. ഈ അഴിമതിക്കാർക്കെതിരെ ഇവരെപ്പോഴും പറയുകയാണ് ഞങ്ങൾ തക്കതായ നിലപാട് സ്വീകരിക്കണം. നിയമ നടപടി എന്ത് നിയമ നടപടിയാണ് താങ്കൾ സ്വീകരിക്കാൻ കഴിയും? BJP പഞ്ചായത്ത് പ്രസിഡന്റ് KK രാജപ്പൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീനഗരി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കന്മാരായ C. സന്തോഷ് കുമാർ, സന്തോഷ് കൃഷ്ണൻ, അനീഷ്, ജിനേഷ് കുമാർ, ആഗ്നസ് യേശുദാസ്, N. വിജയൻ, ജെയിംസ് ജോസഫ്, കുര്യാക്കോസ് ജോസഫ്, ജെയ്മോൻ തോമസ്, സിബി തോമസ്, C. ബാബു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ ഉപ്പുതറ. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ വളം വിതരണത്തിന്റെ മറവിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നതായി ആരോപിച്ച് BJP പ്രാദേശിക നേതൃത്വം രംഗത്ത് വന്നു. പാതിവില തട്ടിപ്പിൽ നാട്ടുകാർക്ക് വിതരണം ചെയ്ത ഗുണനിലവാരമില്ലാത്ത അതേ വളമാണ് പഞ്ചായത്തിൽ വിതരണം ചെയ്തതെന്നും യാതൊരുവിധ ലേബലും തൂക്കവും പോലും രേഖപ്പെടുത്താത്ത പ്ലാസ്റ്റിക് ചാക്കുകളിൽ വിതരണം നടത്തിയത് ദുരൂഹത ഉയർത്തുന്നുവെന്നും BJP നേതാക്കൾ ആരോപിച്ചു. ഇതാണ് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ 2025-26 സാമ്പത്തിക വർഷത്തിൽ കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്ന ജൈവവള വിതരണത്തിൽ നൽകുന്ന വളം ചാക്ക്. ചാക്കിൽ ലേബലുകളോ കമ്പനിയുടെ പേരോ മാനുഫാക്ചറിംഗ് എക്സ്പയറിംഗ് ഡേറ്റുകളോ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. ചാക്കിന് പുറത്ത് പേന കൊണ്ട് എഴുതിയിട്ടുണ്ട്. ഇതേ രീതിയിലാണ് പാതിവില തട്ടിപ്പിലും വളം നൽകിയതെന്നും പാതിവില തട്ടിപ്പിൽ ഉൾപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളാണ് ഇതിന് പിന്നിലെന്നുമാണ് BJPയുടെ ആരോപണം. 100 കിലോ വളമാണ് ഉപഭോക്താവിന് നൽകേണ്ടത്. എന്നാൽ 50 കിലോ ചാക്കുണ്ടെന്നിരിക്കെ 40 കിലോയുടെ 2 ചാക്കുകളും 20 കിലോയുടെ 1 ചാക്കുമാണ് നൽകുന്നത്. ഇതുതന്നെ ദുരൂഹത ഉണർത്തുന്നതാണെന്ന് BJP നേതാക്കൾ ആരോപിക്കുന്നു. വളം കൊടുക്കുന്നതിന് യാതൊരു വിരോധമില്ല. കർഷകർക്ക് എന്തേരം വേണേലും വളവും സഹായവും ചെയ്യണം. പക്ഷേ ഗുണനിലവാരമുള്ള വളങ്ങൾ തന്നെ കൊടുക്കണം. അത് 1000 രൂപ മേടിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. 1500 രൂപയുടെ വളമാണ് 2000 രൂപയ്ക്ക് 1600 രൂപയ്ക്ക് വിപണിയിൽ കിട്ടുന്ന വളമാണ്. ഇപ്പം 1000 രൂപ മേടിച്ചുകൊണ്ട് 600 രൂപ നിങ്ങൾക്ക് ലാഭകരമായിട്ടുള്ളൂ. അതിവിടെ വണ്ടിയും പിടിച്ചു വന്ന് നിങ്ങളെ കഷ്ടപ്പെടുമ്പോൾ ഇതുപോലെ ഗുണനിലവാരമില്ലാത്ത വളങ്ങൾ വിതരണം ചെയ്യുന്നത് വളരെ മോശമായ രീതിയാണ്. പഞ്ചായത്ത് അത് പരിശോധിച്ചുകൊണ്ട് അത് കൃത്യമായ നടപടിയെടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള വളം കൊടുക്കാനുള്ള സജ്ജീകരണം ഉണ്ടാകണം. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. അതേസമയം എല്ലാവിധ ഗുണനിലവാര പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷമാണ് വളം വിതരണം നടത്തിയതെന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ വിശദീകരണം. 4 വർഷമായി വളം വിതരണം നടത്തി വരുന്നുണ്ട്. അന്നൊന്നുമില്ലാത്ത പരാതികളാണ് ഇപ്പോൾ ഉയർത്തുന്നത്. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നതെന്നും ഭരണസമിതിയും വ്യക്തമാക്കി. സിറ്റി വിഷൻ നെടുങ്കണ്ടം. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പിന്റെ അനാസ്ഥയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം ആവശ്യപ്പെട്ടു. 2024 ഡിസംബർ 16 കുട്ടമ്പുഴയിൽ കാട്ടാനയാക്രമണത്തിൽ എൽദോസ് എന്ന 40 വയസ്സുകാരൻ മരിച്ച സംഭവത്തിലാണ് MP കമ്മീഷനെ സമീപിച്ചത്. കാട്ടാനയെ കണ്ട വിവരം അറിയിച്ചിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താൻ തയ്യാറായില്ലെന്ന് MP കത്തിൽ ആരോപിച്ചു. വാഹനത്തിൽ ഇന്ധനമില്ലെന്ന് പറഞ്ഞാണ് ഉദ്യോഗസ്ഥർ എത്താതിരുന്നത്. ഈ അനാസ്ഥയാണ് എൽദോസിന്റെ മരണത്തിന് കാരണമായതെന്നും ഇത് ക്രിമിനൽ അനാസ്ഥയാണെന്നും MP കത്തിൽ ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ വനംവകുപ്പിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ 6 ആഴ്ചത്തെ സമയം നൽകിയിട്ടുണ്ടെന്നും ഈ സമയപരിധിക്കുള്ളിൽ റിപ്പോർട്ട് ലഭിച്ചില്ലെങ്കിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 13 പ്രകാരം നിർബന്ധിത നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി. സേനാപതി ലയൺസ് ക്ലബിന്റെ 6ാമത് വാർഷികാഘോഷവും സാമൂഹ്യ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. രാജകുമാരി വ്യാപാര ഭവനിൽ നടന്ന വാർഷികാഘോഷം ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഫിനാൻസ് അഡ്വൈസർ CA റോയ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനം ആരംഭിച്ച് 6ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. നിർധന കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു നൽകി, വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു, ഭക്ഷ്യ കിറ്റുകളുടെ വിതരണം, ചികിത്സാ സഹായങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ, അവശ കലാകാരന്മാർക്ക് സഹായിക്കൽ തുടങ്ങി നിരവധി സേവന പ്രവർത്തനങ്ങളാണ് സേനാപതി ലയൺസ് ക്ലബ്ബ് നടപ്പിലാക്കിയത്. 2025-26 സാമ്പത്തിക വർഷത്തിലേക്കുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സേനാപതി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ സ്ഥാപിക്കുന്നതിനുള്ള കോൺവെക്സ് മിററിന്റെ വിതരണവും വിദ്യാലയങ്ങളിൽ സ്ഥാപിക്കുന്നതിനായിട്ടുള്ള സാനിറ്ററി നാപ്കിൻ, ഡിസ്ട്രോയിഡ് ഇൻസുലേറ്റർ വിതരണവും നടന്നു. വാർഷികാഘോഷവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഫിനാൻസ് അഡ്വൈസർ CA റോയ് വർഗീസ് നിർവഹിച്ചു. 1.5 മില്യൺ അംഗങ്ങളിലേക്ക് എത്തുക എന്നതാണ് ഈ വർഷത്തെ ലയൺസ് ക്ലബിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. മെമ്പർഷിപ്പ് ഗ്രോത്തിനപ്പുറം 10 മെമ്പേഴ്സിനെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ 20 സർവീസ് മെനുകളായിട്ടുള്ള കൈകളാണ് ഈ സ്ഥാനത്തുള്ളത്. സമൂഹത്തിലേക്ക് 20 കൈകളോടൊപ്പം വ്യത്യസ്തമായ ഐഡിയാസ് ഉള്ള 10 മെമ്പേഴ്സും വ്യത്യസ്തമായ ഏരിയാസ് ഇതെല്ലാം പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും. അവരുടേതായിട്ടുള്ള ആ ഏരിയാസ് ഓഫ് സർവീസ് നമുക്ക് മുന്നിലേക്ക് തുറന്നു കിട്ടുകയാണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിൽ നിന്ന് മാറി നല്ല പ്രവർത്തനങ്ങളും നല്ല ഐഡിയാസും മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാർ. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ VR രാജേഷ് പ്രസിഡന്റും ബേസിൽ വർഗീസ് സെക്രട്ടറിയും VR ശിവൻ ട്രഷററുമായിട്ടുള്ള 16 അംഗ ഭരണസമിതി ചുമതലയേറ്റു.
മുൻ ഭരണസമിതി അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. യൂത്ത് ഡിസ്ട്രിക്ട് സെക്രട്ടറി ഷൈനു സുകേഷിന്റെ നേതൃത്വത്തിൽ പുതിയതായി എത്തിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടന്നു. ക്ലബ് പ്രസിഡന്റ് ബോസ് പി മാത്യുവിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ജെയിംസ് തെങ്കുംകുടി, MS സന്തോഷ്, പ്രവീൺ കുമാർ, PKN മുരളി, ബേബി പുൽപ്പറമ്പിൽ, ബേസിൽ ടി ജേക്കബ്, ബിനു പോൾ, TR രാകേഷ്, KK മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ സേനാപതി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലേക്ക് ക്വാറി ഉൽപ്പന്നങ്ങളുമായി പോരുന്ന വാഹനങ്ങൾ തടഞ്ഞ് തമിഴ്നാട്ടിൽ ഗുണ്ടാപിരിവ്. എല്ലാവിധ രേഖകളുമുള്ള വാഹനങ്ങളാണ് തടയുന്നത്. കേരള തമിഴ്നാട് കളക്ടർമാർ ഇടപെടണമെന്ന ആവശ്യം ശക്തം. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഓടുന്ന വാഹനത്തിന് മുകളിൽ യുവാക്കളുടെ സാഹസിക യാത്ര. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള മിനി ബസിന് മുകളിൽ കയറി നിന്നാണ് യുവാക്കളുടെ അഭ്യാസ പ്രകടനം. MDMA-യുമായി ബാംഗ്ലൂരിൽ നിന്നെത്തിയ യുവാവ് അറസ്റ്റിൽ. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി ഹാരിസ് മുഹമ്മദാണ് പിടിയിലായത്. ശാന്തൻപാറയിൽ ലോറി ഡ്രൈവറെ മർദ്ദിച്ച കോൺഗ്രസ് നേതാവ് അടക്കം 5 പേർ അറസ്റ്റിൽ. ആശുപത്രിയിലേക്കുള്ള റോഡ് തകർന്നിട്ട് കാലങ്ങളായി. കണ്ടില്ലെന്ന് നടിച്ച അധികൃതർ. മൂന്നാർ ടൗണിൽ നിന്നും ഹൈറേഞ്ച് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത്. പ്രതിഷേധത്തിനൊരുങ്ങി നാട്ടുകാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്. SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.